നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ അനിയന്റെ നിഴൽ വെട്ടത്തെങ്ങാനും നിന്നെ കണ്ട ആശം പിടിച്ചവള്. നിന്റെ തലവട്ടം കണ്ടാ തന്നെ അവന്റെ ജീവൻ ചിലപ്പോ മുകളിലോട്ട് പോവും. മോള് പോയിട്ട് വാ, ഞാനും കൂടെ വരണോ? വേണ്ട രാധമ്മ, ഞാൻ പോയിട്ട് വരാം. വേഗം ചെല്ല. എന്റെ ഈശ്വരാ, എന്താ എന്താ നിനക്കിവിടെ കാര്യം? ഞാൻ അച്ഛനെ കാണാൻ. അച്ഛനോ? ഏതച്ഛൻ? ആരുടെ അച്ഛൻ? ആ ബന്ധമൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് തന്നിഷ്ടത്തിന് ഇറങ്ങി പോയതല്ലേ നീ? ദീപക്, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. എനിക്ക് എന്റെ അച്ഛനെ കാണണം. ഋതികെ, ഇപ്പൊ പ്രതാപന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതേ ദീപക. പ്രതാപനെ ആര് കാണണം കാണണ്ട എന്നൊക്കെ ദീപക് പറയുന്നത് പോലെ നടക്കൂ. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലേ അവൻ ചിലപ്പോ സമ്മതിച്ചേനെ, അല്ലേ മോനെ? പിന്നല്ലാതെ ഇവള് ഒറ്റൊരുത്തി കാരണം അമ്മാവന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത്. ഇവള് ചെയ്തതൊക്കെ ആലോചിച്ച് വിഷമിച്ച അമ്മാവൻ നെഞ്ചു കലങ്ങി താഴെ വീണത്. അതുകൊണ്ട് ഇവളകത്തേക്ക് വിടുന്ന പ്രശ്നമില്ല. അമ്മായി പ്ലീസ്, എന്നോട് നിങ്ങൾക്കുള്ള വിരോധം എനിക്കറിയാം. പക്ഷെ ഇങ്ങനൊരു സാഹചര്യത്തിൽ എന്നോട് ദേഷ്യം മനസ്സിൽ വെച്ച് ഇങ്ങനെ പെരുമാറരുത്. അപേക്ഷ, എനിക്കെന്റെ അച്ഛനെ ഒരു നോക്ക് കാണണം. അത്രേ ഉള്ളൂ. കണ്ടിട്ട് ഞാൻ പൊയ്ക്കോളാം. എന്തിനാടി നീ അവനെ ഒരു നോക്ക് കാണുന്നേ? മരിച്ചോന്ന് ഉറപ്പുവരുത്താനോ? അമ്മായി, ദേ, മര്യാദയ്ക്ക് പോകുന്നതാ നിനക്ക് നല്ലത്. ഇല്ല, അച്ഛനെ കാണാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. മാറി നിൽക്കും. അമ്മായി പ്ലീസ് ഓടി. എന്താ എന്താ ഇവിടെ പ്രശ്നം? എന്തിനാ ഈ കുട്ടി കരയുന്നേ? സിസ്റ്റർ, അകത്ത് കിടക്കുന്ന പേഷ്യന്റ് എന്റെ അച്ഛനാ. അച്ഛനെ എനിക്ക് ഒരു നോക്ക് കാണണം. ഇവരെന്നെ അകത്തേക്ക് കടത്തി വിടുന്നില്ല. അകത്ത് കിടക്കുന്നതേ എന്റെ അനിയനാ. ആ നിലയിലെത്താൻ ഒരേ ഒരു കാരണക്കാരി ഇവളാ. ഇവളെ അകത്തേക്ക് കയറ്റി വിടുന്ന പ്രശ്നമില്ല. നിങ്ങൾ ഇങ്ങനെ മനുഷ്യത്വം ഇല്ലാതെ പെരുമാറിയാൽ എങ്ങനെയാ? അവരച്ഛനും മകളും അല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രതാപനോടൊന്ന് ചോദിക്കട്ടെ. അവന് സമ്മതമാണെങ്കിൽ ഇവളെ അകത്തേക്ക് കയറ്റിവിടാം. കയറി ചെന്നോളൂ. വന്നിട്ട് നിന്നെ കാണണോന്ന് ആഗ്രഹം പറയുന്നു. അവളെ അകത്തേക്ക് വിടണോ? കാണണ്ടെന്നാ പ്രതാപം പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു അമ്മേ? അതെ. അപ്പോ കുട്ടി കാണണ്ട കേട്ടോ. ഇനി ആരെ കാണാൻ നോക്കി നിൽക്കുക? പോയേ. ഇല്ല, എനിക്ക് അച്ഛനെ കണ്ടേ പറ്റും. നടക്കടി ഇങ്ങോട്ട്. എനിക്ക് എന്റെ അച്ഛനെ കണ്ടേ പറ്റൂ. എന്ത് യോഗ്യതയടി നിനക്ക് എന്റെ അനിയനെ കാണാൻ?
അച്ഛനെന്ന സ്നേഹവും അഭിനയിച്ച് ദേ നിന്നെ ഈ പരിസരത്തെങ്ങാനും കണ്ട ശരിയാക്കും ഞാൻ. ആണയില്ലാത്തവൾ, ഇറങ്ങി പൊക്കോണം ഇവിടുന്ന്. ഡീ, ഞങ്ങളെയൊക്കെ വിഡ്ഢികളാക്കി തെരുവിലേക്ക് ഇറങ്ങി പോയവളല്ലേ നീ? തെരുവിലേക്ക് തന്നെ തിരിച്ചു പൊക്കണം. ദേ, എന്റെ അനിയന്റെ നിഴൽ വെട്ടത്തെങ്ങാനും നിന്നെ കണ്ട നാശം പിടിച്ചവള്. ഡീ, നിന്റെ തലവട്ടം കണ്ടാ തന്നെ അവന്റെ ജീവൻ ചിലപ്പോ മുകളിലോട്ട് പോവും. പൊക്ക. മാഡം, രാജു, അച്ഛൻ. ഈ വർമ്മ സാറിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ അന്വേഷിച്ചായിരുന്നു. ഒരു മൈൽഡ് അറ്റാക്ക് ആയിരുന്നു സാറിന്. ഇപ്പൊ സാറിനെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നന്നായിട്ട് റെസ്റ്റ് എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാഡം സാറിനെ കാണാൻ പോയിരുന്നോ? പോയിരുന്നു. പക്ഷേ മാഡം പ്ലീസ് കരയാതെ മാഡം. അമ്മായി എന്നെ അച്ഛനെ കാണാൻ സമ്മതിച്ചില്ല. നേഴ്സ് പറഞ്ഞതാ വിസിറ്റേഴ്സ് അലൗഡ് ആണെന്ന്. അപ്പോ അമ്മായി കയറിപ്പോയി അച്ഛനോട് അനുവാദം ചോദിച്ചു. അച്ഛൻ എന്താ പറഞ്ഞെന്ന് എനിക്കറിയില്ല. പക്ഷെ അമ്മായി ഇറങ്ങി വന്ന് അച്ഛൻ എന്നെ കാണണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അച്ഛനെ കണ്ടേ പറ്റുമെന്ന് പറഞ്ഞ് കയറി കാണാൻ നോക്കി. പക്ഷെ അമ്മായി സമ്മതിച്ചില്ല. ഇങ്ങനൊരവസ്ഥയിൽ കിടന്നിട്ടും അച്ഛൻ എന്നെ കാണണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്നോട് എന്തുമാത്രം വെറുപ്പുണ്ടായിട്ടുണ്ടാവും. ഇനി എനിക്കെന്റെ അച്ഛനെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല രാജു. മാഡം ഇങ്ങനെ ഡൗൺ ആയി പോകല്ലേ. എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിച്ചാലാ ഓരോ കാര്യങ്ങളും പോസിറ്റീവായിട്ട് നടക്കുക. നെഗറ്റീവായിട്ട് ചിന്തിച്ചാ നെഗറ്റീവായിട്ട് നടക്കൂ. രാജുവിനറിയോ, ഞാൻ എന്ത് കാര്യം പോസിറ്റീവായിട്ട് ചിന്തിച്ചാലും അത് നെഗറ്റീവായിട്ട് മാത്രമേ നടക്കൂ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ ചെറിയച്ഛൻ എന്നോട് പറഞ്ഞു, ടോപ്പ് മാർക്ക് മേടിച്ച ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം സാധിച്ചു തരാന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.